ഇന്ത്യയുടെ ഭരണഘടന ആണ് പാരമൗണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. പഠനം നടത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് ഒരു പഠനവും നടത്താതെ ഞാൻ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാർ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്? സർക്കാരിന് ചോയ്സ് കൊടുക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മഹല്, ജർമ്മൻ, ഫ്രഞ്ച്, ഏത് ലാംഗ്വേജ് വേണം കൊടുക്കാം. അത് എനിക്കിഷ്ടമുള്ളത് ഞാൻ പഠിച്ചാൽ മതിയല്ലോ. ഇംഗ്ലീഷ് ഭാഷ നാണം കടന്നെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിനോട് തന്നെ, ആഭ്യന്തരമന്ത്രിയോട് തന്നെ ചോദിക്കണം. കാരണം അതെങ്ങനെയാണ്, അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ നാണം കെട്ടുപോകും എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരുന്നു. ഹിന്ദി ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് ഒപ്പമുണ്ട്. ലക്ഷദ്വീപിൽ ഹിന്ദി ഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിനെതിരെ MP-യും ജനപ്രതിനിധികളും അവിടെ നിന്ന് നിയമപോരാട്ടം നടത്തുകയും കേരള ഹൈക്കോടതി അത് തടയുകയും ചെയ്തു. ഏതായാലും അവരോട് തന്നെ ചോദിക്കാം, ഹിന്ദി ഭാഷ നിർബന്ധമാക്കാനുള്ള നീക്കമാണ് പലയിടത്തും നടക്കുന്നത്. ലക്ഷദ്വീപിൽ ഉൾപ്പെടെ അങ്ങനെ നടക്കുന്നു. ഹിന്ദി ഭാഷ മാത്രം മതിയോ? എന്താണ് ലക്ഷദ്വീപ് ജനതയുടെ നിലപാട്? ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇത്രയും വർഷം 10-60 കൊല്ലം അവിടെ പഠിച്ചിരിക്കുന്ന സ്കൂളിൽ ഉണ്ടായ സിലബസും കരിക്കുലമിലും വളരെ വ്യക്തമായിട്ട് അറബി, മഹൽ എന്ന് പറയുന്ന ലാംഗ്വേജസ്, ഹിന്ദി ഉൾപ്പെടെ ലാംഗ്വേജസ് എല്ലാത്തിനും ഉള്ള ചോയ്സ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കേരള ബോർഡ് സിലബസ് ഉണ്ട്, CBSE ബോർഡുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിൽ, ലക്ഷദ്വീപിൻ്റെ ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 2-മത്തതോ 3-മത്തെ സ്ഥലത്തിലാണ് സാക്ഷരത ലക്ഷദ്വീപിലത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെതോ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ അതിൻ്റെ വികസനം അളക്കുന്നത് എങ്ങനെയാണ്? മറ്റേ സാക്ഷരത അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ്, പിന്നെ ആരോഗ്യ മേഖല, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ലക്ഷദ്വീപിൽ കേരളവും മിസോറവും കഴിഞ്ഞു കഴിഞ്ഞാൽ 92-93% ആണ് ലിറ്ററസി റേറ്റ് ലക്ഷദ്വീപിലുള്ളത്. അപ്പോൾ ഈ സിലബസ് പഠിച്ചിട്ട് ഈ ലാംഗ്വേജസിന് ഓപ്ഷൻ കൊടുത്തിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്രയും നല്ല റിസൾട്ട് നേടിയത്. പിന്നെ ലക്ഷദ്വീപിലെ ഭരണകൂടം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറബി, മഹൽ എന്ന് പറയുന്ന ലാംഗ്വേജസ് ലക്ഷദ്വീപിൻ്റെ കരിക്കുലം സിലബസ് നിന്ന് മാറ്റിയപ്പോൾ അതിനെതിരായിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ച് ലക്ഷദ്വീപിലെ വിവിധ ഡെപ്യൂട്ടി കളക്ടർമാർക്കും വിവിധ ദ്വീപിലുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ഹർജി കൊടുത്ത്, റെപ്രസെൻറ്റേഷൻ കൊടുത്ത്, അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി അത് തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതിയെ ഉത്തരവും വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നത്, വളരെ വ്യക്തമായിട്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിനോട് ചോദിച്ചത്, ഏതടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കോൺഫിഡൻസിലെടുക്കാതെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ, പഠിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ്, ഇവർ ആരോടെയും ഒരു ചർച്ചയും നടത്താതെയാണ് ഈ ഉത്തരവ് സ്വയം ഇഷ്ടത്തിന് ഇറക്കിയിരിക്കുന്നത്. അതാണെന്ന് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അപ്പോൾ ലക്ഷദ്വീപ് MP എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന ആണ് പാരമൗണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് സർക്കാരായാലും കോടതിയായാലും മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയാലും ബ്യൂറോക്രസി ആയാലും എല്ലാവരും ലക്ഷദ്വീപിൽ ആയാലും ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനത്തിലും കേന്ദ്രഭരണ പ്രദേശത്തിലുമായാലും ഇന്ത്യയുടെ ഭരണഘടനയെ മൂല്യങ്ങളും തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരിച്ചു കൊണ്ടുപോകേണ്ടത്. അതെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും മാനിക്കാതെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് വിത്ത് ലിബർട്ടി ആൻഡ് ഡിഗ്നിറ്റി, പിന്നെ ആർട്ടിക്കിൾ 29(1) സബ് ക്ലാസ് 1 അതിൽ ഒരു നാട്ടിലെ ഭാഷ, ഒരു സമൂഹത്തിൻ്റെ ഭാഷ, ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാണ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കൺസൾട്ടേഷൻ നടത്തി അതിൽ ഒരു പഠനം നടത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് ഒരു പഠനവും നടത്താതെ ഞാൻ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാർ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്? സർക്കാരിന് ചോയ്സ് കൊടുക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മഹല്, ജർമ്മൻ, ഫ്രഞ്ച്, ഏത് ലാംഗ്വേജ് വേണം കൊടുക്കാം. അത് എനിക്കിഷ്ടമുള്ളത് ഞാൻ പഠിച്ചാൽ മതിയല്ലോ. അതിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യം എന്താണ്? നാളെ സർക്കാർ പറയുന്നുണ്ട്
ഈ സംസ്ഥാനത്തുള്ള കുട്ടികൾ എഞ്ചിനീയേഴ്സ് മാത്രമാകാം, ഈ സംസ്ഥാനത്തുള്ള കുട്ടികൾ ഡോക്ടേഴ്സ് മാത്രമാകണം എന്ന് പറയാൻ സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിന് ഇന്ത്യയുടെ ഭരണഘടനയെ ലംഘിക്കുന്ന ഒരു കാര്യമല്ലേ? ഈ ഇംഗ്ലീഷ് പറയുന്നവർ നാണം കെടാൻ പോവാണ്, ഹിന്ദിയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ടാണല്ലോ ഈ പറയപ്പെട്ട ജനപ്രതിനിധികളും അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആൾക്കാരും കോടതി പോയി അത് സ്റ്റേ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ പറയുന്നവർ നാണം കെടും എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഭാഷ നാണം കെടുന്നെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിനോട് തന്നെ, ആഭ്യന്തരമന്ത്രിയോട് തന്നെ ചോദിക്കണം. കാരണം അത് എങ്ങനെയാണ്, അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏതായാലും ഈ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഒരു പരിധിവരെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ലക്ഷദ്വീപിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഹിന്ദി നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ് കൂടി വരുന്നത്. ഇതുവരെ ലക്ഷദ്വീപ് ഭരണകൂടം ലക്ഷദ്വീപിലെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ച ഒരുപാട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും നമ്മളെ മൗലിക അവകാശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നത് ഇനിയും അവരിറക്കും. അതിനെ പോരാടാം, പ്രതിഷേധിക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ, ജനാധിപത്യ രീതിയിൽ അത് ഓരോ നാട്ടിൽ പ്രതിഷേധിക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതിനൊപ്പം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ നയങ്ങളും നീക്കങ്ങളും ലക്ഷദ്വീപിലെ ജനതയും ലക്ഷദ്വീപ് MP എന്ന നിലക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിക്കും ഞങ്ങൾ പോരാടും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലക്ഷദ്വീപിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഉത്തരവിറക്കിയിരുന്നു. MP-യും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇതൊക്കെ ചെയ്യാനാകൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് ഇപ്പോൾ അടിച്ചമർത്താൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് എന്നാണ് MP തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, ദില്ലി.